എന്താ വിനയ്, എന്താ ഇത്? എന്താടോ ഒരു പരിഭവം? ആം, പിന്നെന്താ ഒരു ഒഴിഞ്ഞു മാറൽ? ഒന്നുമില്ലെന്നേ. എടോ, നമ്മളിങ്ങനെ അക്കരെ ഇക്കരയായിട്ട് നിന്നാൽ നമുക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും? കുഞ്ഞുണ്ടായാലല്ലേ ഈ സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. വിനയ്, പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇപ്പോ ഒരു കുഞ്ഞ്, സോറി, അതിനെനിക്ക് സാധിക്കില്ല. വൈ? എന്തുകൊണ്ട് പറ്റില്ല? സി വിനയ്, ഞാനിപ്പോ നിയമപരമായി നിങ്ങളുടെ ഭാര്യയല്ല. എനിക്ക് നിയമപരമായി തന്നെ നിങ്ങളുടെ ഭാര്യയാവണം. അതിനുശേഷം നമുക്ക് കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രിയ, ഗാർഗിയെ ഡിവോഴ്സ് ചെയ്താലല്ലേ എനിക്കിതിനെ വിവാഹം കഴിക്കാൻ സാധിക്കുള്ളൂ. ഗാർഗിയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ഡിവോഴ്സിന് സമ്മതിക്കില്ല. എനിക്കും അവൾക്കും കൂടി ഒരു കുഞ്ഞുണ്ടാവണമെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് നടക്കണം അവള്. ആ ചിന്തയും കൊണ്ട് നടക്കുന്നവള് എങ്ങനെയാ വിവാഹമോചനത്തിന് തയ്യാറാവുന്നത്? ഗാർഗിയെ ഡിവോഴ്സ് ചെയ്യാതെ നിയമപരമായി എനിക്ക് ഒരിക്കലും നിന്നെ എനിക്ക് ഭാര്യയാക്കാനാവില്ല. അത് ഞാൻ പറയാതെ അറിയാലോ. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ ശേഷം കുഞ്ഞു മതിയെന്ന് ചിന്തിച്ചാലേ സ്വത്തുക്കളൊന്നും നമുക്ക് കിട്ടില്ല. സോ ആദ്യം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായാലേ നമുക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഗാർഗിക്ക് എനിക്ക് കുഞ്ഞുണ്ടാവാത്തത് ഗാർഗിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് നമുക്ക് സുഖമായിട്ട് തെളിയിക്കാം. കൊള്ളാലോ അനിയന്റെ പ്ലാൻ. താലി കെട്ടിയ ഭാര്യ ഇയാളിൽ നിന്നൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുമ്പോ ഇയാൾ ആ പാവത്തിനെ മറന്നിട്ട് മറ്റൊരു പെണ്ണിന് കുഞ്ഞിനെ സമ്മാനിക്കാൻ പോകുന്നു. നന്നായിട്ടുണ്ട്. അല്ല, നിനക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു? നിർത്ത്, നിന്റെ പ്രസംഗം നിർത്ത്. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. അനുവാദം ഇല്ലാതെ നീ എന്തിനാ ഈ മുറിക്കകത്ത് കയറി വന്നത്? ഓഹോ, ആ ചോദ്യം നന്നായിട്ടുണ്ടല്ലോ. നീ എന്തറിഞ്ഞിട്ടാടി എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നെ? അറിയില്ലെങ്കിൽ കേട്ടോ, ഇത് എന്റെ വീടാ. ആ പോയവളുടെ അഹങ്കാരത്തിന് മറുപടി കൊടുക്കണം വിനയ്. മറുപടി കൊടുത്തേ തീരൂ. അതിനുള്ള ഏറ്റവും ശക്തമായ മറുപടി ഒന്നേ ഉള്ളൂ. നമുക്ക് പിറക്കുന്ന കുഞ്ഞ്. അതെ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വിനയ് വന്നു. നീ അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക. അല്ല, കഴിക്കാൻ ഇപ്പോ ഇവിടെ ഒന്നും ഇല്ലല്ലോ പാർവതി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടായി കൊടുക്കാം. അതെ,
ഒരു 2 മിനിറ്റ്. നല്ല ചൂടുള്ള ദോശ ഇപ്പൊ ഉണ്ടാക്കി തരാം. വേഗം വാ. പാർവതി, വിനയ് ഇവിടെ വെയിറ്റ് ചെയ്യോ? ശരി ശരി, ഞാനേ ഇപ്പൊ നല്ല ചൂട് ദോശ ചുട്ടുതരാം. നീ അത് വിനയ്ക്ക് കൊണ്ടേ കൊടുക്ക. ഗാർഗി, നീ കാസ്ട്രോളിൽ എടുക്ക്. പെട്ടെന്ന്. പ്ലേറ്റ്. കൊണ്ടുകൊടുക്ക്. താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയ്ക്കും പെറ്റമ്മയ്ക്കും മാത്രമേ ഭർത്താവിന്റെയും മക്കളുടെയും വിശപ്പ് കൃത്യമായിട്ട് അറിയാനാവൂ. നീയും അത് തന്നെ ചെയ്തത്. പക്ഷേ നീ ഈ കാണിക്കുന്ന സ്നേഹം നിന്റെ ഭർത്താവ് തിരികെ നിന്നോട് കാണിക്കുന്നില്ലല്ലോ ഗാർഗി. ആ സർ, വിശാൽ സർ, സാർ ഇതെവിടെ പോകുന്നു? ഞാൻ പിന്നെ വരാം. എന്തിനാ പിന്നെ ആക്കുന്നേ? സാർ ഇതേ ഇവിടെ ഇരുന്നേ. വാ, ഇരിക്കേ ഇരിക്കേ. സാർ ഇവിടെ തന്നെ ഇരിക്കണം. സാറിന് ഞാൻ നല്ല ചൂട് ദോശ എടുത്തിട്ട് വരാം. എനിക്ക് പിന്നെ മതി. അത് പറ്റില്ല, കഴിച്ചിട്ട് പോയാ മതി. സാറ് ഇവിടെ തന്നെ ഇരിക്കണേ. സാർ, കഴിക്ക് കഴിക്ക്. വിശാൽ സാർ, സാറും ഇനിയും ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ? അന്ന് നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുകയും വഴക്കിടുകയും ഒക്കെ ചെയ്തിട്ടില്ലേ? എന്നിട്ടെന്താ, ആ വഴക്കും പിണക്കും ഒക്കെ അവിടെ തന്നെ തീർന്നില്ലേ? വീണ്ടും നിങ്ങൾ സ്നേഹത്തോടെ
ചേട്ട അനുജന്മാരായി തന്നെ വളർന്നു. അത് കുട്ടിക്കാലം, പക്വതയില്ലാത്ത പ്രായം. പക്ഷേ ഇപ്പൊ അതല്ലല്ലോ. ഇപ്പോ എന്ത് പ്രശ്നത്തിന്റെ പേരിലായാലും നിങ്ങൾ പരസ്പരം വഴക്കിടാനും പിണങ്ങാനും ഒന്നും പാടില്ല. നിങ്ങൾ വഴക്കടിച്ചാ അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് ഞങ്ങൾ ഭാര്യമാർക്കാ. എന്തിനാ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് അനിയനും ചേട്ടനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഈ വഴക്ക് ഇവിടെ അവസാനിപ്പിക്കണം. ഒരു മിനിറ്റ്. ദാ. കഴിക്കട. മനസ്സിലായി മനസ്സിലായി. കെട്ടിയോന് ചുട്ടുകൊടുത്ത ദോശ കെട്ടിയോൻ ദേഷ്യവും പിണക്കമൊക്കെ മറന്ന് ആസ്വദിച്ചങ്ങ് കഴിച്ചു അല്ലേ? അതിന്റെ സന്തോഷം തുടുപ്പൊക്കെ പെണ്ണിന്റെ മുഖത്ത് നല്ല രീതിയിൽ കാണുന്നുണ്ട്. നാളെ വരുന്നോ? ഒന്ന് പോ പാർവതി. ഏതായാലും നീ ഒന്ന് സന്തോഷിച്ച് കണ്ടല്ലോ. സമാധാനായിട്ടിരിക്കുക ഗാർഗി. നീയും വിനയും തമ്മിലുള്ള അകൽച്ചയൊക്കെ മെല്ലെ മെല്ലെ മാറിക്കോളും. ഒരു കാര്യം ഉറപ്പായി, വിനയ്ക്ക് നിന്നോടിപ്പോൾ സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ കൊടുത്ത ദോശ അവൻ കഴിച്ചത്. നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ആഴത്തിലുള്ളൊരടുപ്പമുണ്ട്. അത് എനിക്കിന്ന് വ്യക്തമായി. പാർവതി പറഞ്ഞത് ശരിയാ. വിനയ്ക്ക് സ്നേഹമില്ലായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്രമാത്രം അവൻ എന്നെ സ്നേഹിച്ചിരുന്നു. അത് സത്യോ? അല്ല, പിന്നെന്താ സംഭവിച്ചത്? എങ്ങനെയാ നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടായത്? വിനയ് ഗാർഗിയോട് പിണങ്ങി നിൽക്കാനുള്ള കാരണം എന്തായിരുന്നു? അറിയാലോ, 6 വർഷം മുൻപാ ഞങ്ങളുടെ കല്യാണം നടന്നത്. വളരെ സന്തോഷത്തോടെയാ വിനയ് എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷേ ആ സന്തോഷം ആദ്യരാത്രിക്ക് തൊട്ടു മുൻപ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി പ്രഭാവതി അമ്മ വിനയുടെ ചെവിയിൽ എന്തോ ഉപദേശിച്ചു കൊടുത്തു. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ അത് സ്ത്രീധനത്തിന്റെ വിഷയമായിരിക്കും. ഡൗറിയുടെ കാര്യത്തിൽ ഒരു ചെറിയ തർക്കം വിവാഹ നിശ്ചയത്തിന്റെ അന്നു മുതലേ ഉണ്ടായിരുന്നു. ഏതായാലും ആ രാത്രി മുതലാ വിനയ് എന്നിൽ നിന്നും അകലാൻ തുടങ്ങിയത്. കാരണം എന്താണെന്ന് ഗാർഗി വിനയോട് ചോദിച്ചില്ലേ? ഞാനത് ചോദിക്കാതിരിക്കോ? ഒരു കുഴപ്പമില്ലാതെ എന്നോട് വളരെയധികം സ്നേഹത്തിൽ ഇടപഴകിയിരുന്ന ഒരാൾ
എന്തു പ്രശ്നം ഉണ്ടായാലും ഒരിക്കലും നമ്മൾ തമ്മിൽ പിണങ്ങില്ലെന്ന് എനിക്ക് വാക്ക് തന്നിരുന്ന ഒരാൾ. ആ ആള് പെട്ടെന്ന് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാത്ത വിധത്തിൽ അകന്ന എനിക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. ഒന്നല്ല, 100,000 വട്ടം. പല ദിവസങ്ങളിലായിട്ട് ഞാനത് ചോദിച്ചു. പക്ഷേ വിനയ് എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തന്നതേയില്ല. ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോ പിന്നെ ഞാൻ മടിച്ചു. ഇനി അത് ചോദിക്കില്ലെന്ന് ഞാൻ ഉറച്ചു. എന്തുദ്ദേശിച്ചിട്ടായിരിക്കും പ്രഭാവതി അമ്മ വിനയുടെ മനസ്സ് മാറ്റിയെടുത്തത്? ഇനി അത് ചെയ്യാൻ നിൽക്കേണ്ട പാർവതി. വിനയുടെ കല്യാണം പ്രഭാവതി അമ്മയുടെ പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നില്ല. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വിവാഹം പ്രഭാവതി അമ്മയുടെ കണ്ണിൽ തന്നെ ഒരു പരാജയം ആയതുകൊണ്ടാണ് വിശാൽ ബ്രോയെ തന്റെ ഇഷ്ടത്തിനും ചൊൽപ്പടിക്കും അനുസരിച്ച് ഒരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം നടത്താന്ന് അമ്മ തീരുമാനിച്ചത്. ബ്രോയുടെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയെ മുൻനിർത്തി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കണം. ഈ കുടുംബത്തിലെ മുഴുവൻ സ്വത്തുക്കളും തന്റെ കൺട്രോളിൽ നിർത്തണം. അതായിരുന്നു ബ്രോയുടെ വിവാഹം നടത്തുമ്പോൾ അമ്മയുടെ ഗൂഢ ഉദ്ദേശം. പക്ഷേ പ്രഭാവതി അമ്മ മനസ്സിൽ കണ്ടതെല്ലാം മുകളിലിരിക്കുന്ന ഈശ്വരൻ തിരുത്തി കുറിച്ചു. അതുകൊണ്ടാ ഈ നിൽക്കുന്ന പെൺസിംഹം ബ്രോയുടെ ഭാര്യയായി വന്നത്. ഇനി പ്രഭാവതി അമ്മയുടെ കളികൾ വല്ലതും എവിടെ നടക്കൂ? നീ ഉള്ളപ്പോ അതൊന്നും നടക്കില്ല. അത് പിന്നെ ഉറപ്പല്ലേ. ഇനി പ്രഭാവതി അമ്മയുടെ ഒരു കുതന്ത്രവും ഇവിടെ ഫലിക്കില്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കില്ലേ? അതവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാ നിന്നോട് പക വീട്ടാനായി വിനയെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവര് പെരുമാറുന്നത്. ഗാർഗി, അമ്മമാരവരുടെ മക്കളെയൊക്കെ പാലൂട്ടി തേൻ ഊട്ടി വളർത്തിയാലും അനുസരിപ്പിച്ചാലും ആ മക്കളെ വരുതിയിൽ നിർത്താനുള്ളൊരു മന്ത്രം നമ്മളെ ഭാര്യമാർക്കറിയാം. അതാണ് തലയണ മന്ത്രം. നീയും അത് പ്രയോഗിക്കാൻ പഠിക്കണം. അത് പ്രയോഗിക്കണം. എന്തിനും ഞാൻ കൂടെയുണ്ട്. നീ സങ്കടപ്പെടാതിരിക്കെ. ഇതുവരെ നടക്കാതിരുന്ന നിങ്ങളുടെ ആദ്യ രാത്രി ഉടനെ തന്നെ നടക്കും. ആ വിപിനെ, നീ പർച്ചേസിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പർച്ചേസ് മാനേജറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് മെറ്റീരിയൽസ് എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ഒന്ന് ഫിക്സ് ചെയ്യണം. അത് ഞാൻ ചെയ്തോളൂ ഏട്ടാ. ആ ചിലപ്പോ പർച്ചേസിന് നീ കൂടി പോകേണ്ടി വരും. പോ. ഞാൻ ആക്സിഡൻ്റായി ഹോസ്പിറ്റലായിരുന്നപ്പോൾ നീ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കമ്പനിയെ മാനേജ് ചെയ്തു. ഐ അപ്രീഷിയേറ്റ് യു വിപിൻ. താങ്ക് യു ഏട്ടാ. ഇപ്പോൾ എനിക്ക് വലിയ സമാധാനമുണ്ട്. അഥവാ കുറച്ച് ദിവസം ഞാനില്ലെങ്കിലും നമ്മുടെ കമ്പനിയെ സ്മൂത്തായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ നീയുണ്ടല്ലോ. എനിക്ക് നിന്നെ വിശ്വാസമായി വിപിൻ. ഇനി ഞാനുണ്ടെങ്കിലും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്ത് വേണമെന്ന് ചേട്ടൻ പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ചെയ്തോളാം. വിപിനെ, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോടാ? എന്തിന്? അല്ല, നിന്നെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഞാൻ എന്തെങ്കിലും നിന്നോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. എന്താ ഏട്ടാ, ചേട്ടൻ എന്തിനാ ഇപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? അല്ല, ഞാൻ ഓരോന്ന് ഓർക്കുകയായിരുന്നു. നമ്മള് രണ്ടമ്മമാരുടെ മക്കളാണെങ്കിലും ശരിക്കും ഒരു വയറ്റിൽ പിറന്നവരായിട്ടേ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൂ.
അങ്ങനൊരു തോന്നലുണ്ടായത് വെറുതെ അല്ല. പ്രഭാവതി അമ്മയും നീയും വിനയും നൽകിയ സ്നേഹവും കെയറിങ്ങും കൊണ്ടാ എനിക്കിന്ന് നല്ലൊരു ജീവിതം കിട്ടിയത്. നിങ്ങൾക്ക് നൽകേണ്ട സ്നേഹം കൂടി എനിക്ക് നൽകിക്കൊണ്ടാ പ്രഭാവതി അമ്മ എന്നെ വളർത്തിയത്. അമ്മ നഷ്ടപ്പെട്ട ശേഷം ഒറ്റപ്പെട്ടു പോയ എനിക്ക് ഒരു പുതുജീവൻ കിട്ടിയത് നിങ്ങളെല്ലാവരും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം. പ്രഭാവതി അമ്മയും നിങ്ങളും നൽകിയ സ്നേഹത്തിന് പകരമായി എന്ത് നൽകിയാലും, എത്ര കോടി തന്നാലും മതിയാവില്ല. വിനയ് ഷെയർ ചോദിച്ചത് ഏട്ടന് വിഷമമായില്ലേ? ഏയ്, ഒരിക്കലുമില്ല. അവനത് ചോദിച്ചത് ന്യായമാ. അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു വിഷമവുമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങൾ മാത്രം അനുഭവിക്കേണ്ട പ്രഭാവതി അമ്മയുടെ സ്നേഹം പങ്കിട്ട ഞാൻ വളർന്നത്. അപ്പോൾ തീർച്ചയായും എൻ്റെ സ്വത്തുക്കൾ പങ്കിട്ടു തരേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്.